ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന മലയാളത്തിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ മൂവിയാണ്. ഓരോ തവണ കാണുമ്പോഴും പുതിയ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മൂവിയാണിത്. അപ്പൊ കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ തീ കത്തുന്ന ഒരു ബിൽഡിങ്ങിനുള്ളിലിരുന്ന് ചന്ദ്ര എന്ന നമ്മുടെ നായിക പ്രകാശ് എന്നൊരാൾ കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവള് കോൾ ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന് പുറത്ത് യുദ്ധത്തിന് സമാനമായ രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. സാധനം കിട്ടിയോ എന്ന് പ്രകാശ് ചോദിക്കുമ്പോ ഒന്ന് മൂളിക്കൊണ്ട് ചന്ദ്ര കയ്യിലിരുന്ന ബാഗിൽ ഒന്ന് അമർത്തി പിടിക്കുന്നു. ഇഷ്താറിന്റെ ആളുകൾ ഏത് നിമിഷവും അവിടേക്ക് വരുമെന്നും അതിനു മുന്നേ രക്ഷപ്പെടണമെന്നും പ്രകാശ് ചന്ദ്രയോട് പറയുന്നു. മാത്രമല്ല, മൂത്തോന് നീ സ്വന്തം മകള് തന്നെയാണെന്നും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വേണമെന്നും കൂടെ ഓർമ്മിപ്പിച്ച് പ്രകാശ് കോള് കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും പ്രകാശ് പറഞ്ഞതുപോലെ ആയുധങ്ങളുമായിട്ട് ഒരു ലേഡി അവിടേക്ക് വരുന്നു. പക്ഷെ അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൾക്കൊരു മറുപടി കൊടുത്ത് ചന്ദ്ര അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നെക്സ്റ്റ് സീനിൽ കർണാടക റെയിൽവേ സ്റ്റേഷനിൽ ചന്ദ്രയെ കാത്തു നിൽക്കുന്ന പ്രകാശിനെയാണ് കാണിക്കുന്നത്. പ്രകാശിനെ കണ്ടതും ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്ത ശേഷം എന്നെ ഇപ്പൊ എന്തിനാ ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്നു. നീ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ മൂത്തോൻ എന്നോട് പറഞ്ഞിട്ടുള്ളെന്ന് പ്രകാശ് മറുപടി പറയുന്നു. പ്രകാശിന്റെ കൂടെയുള്ള ഡ്രൈവറിനെ കണ്ടതും അതാരാണെന്ന് ചന്ദ്ര ചോദിക്കുന്നു. അവന്റെ പേര് കുമാരൻ ആണെന്നും ഇവിടെയുള്ള ലോക്കൽ പയ്യനാണെന്നും പ്രകാശ് മറുപടി പറയുന്നു. ശേഷം പ്രകാശും ചന്ദ്രയും കൂടെ ടോം ഐസക് എന്നൊരു വൃദ്ധനെ കാണാൻ പോകുന്നു. ചന്ദ്രയെ കണ്ടതും നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്നും ടോം അവളോട് പറയുന്നു. പക്ഷെ നീ ഒരുപാട് വയസ്സനായിപ്പോയല്ലോ എന്ന മറുപടിയാണ് ചന്ദ്ര അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ശേഷം വളരെ കുറച്ചു സമയം കൊണ്ട് തന്നെ ടോം ചന്ദ്രയുടെ ഫോട്ടോ എടുത്ത് അവളുടെ ഫേക്ക് പാസ്പോർട്ടും മറ്റ് അത്യാവശ്യ ഡോക്യുമെന്റ്സും ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി നൽകുന്നു. അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ഒരു പുസ്തകം ചന്ദ്രയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ജോസഫ് ഡൊമിനിക് എന്നൊരാൾ എഴുതിയ ദേ ലീവ് എമംഗ് അസ് എന്ന ആ പുസ്തകത്തെ കുറിച്ച് ചന്ദ്ര ടോമിനോട് തിരക്കുന്നു. ജോസഫ് ഡൊമിനിക് എന്നത് വെറും പെണ്ണെ മാത്രമാണെന്നും ഐതിഹ്യമാലയേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഈ ബുക്കിൽ അടങ്ങിയിട്ടുണ്ടെന്നും ടോം ചന്ദ്രയോട് പറയുന്നു. നിനക്ക് ഈ ബുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നൂടെ ടോം പറയുമ്പോ ചന്ദ്ര ആ ബുക്ക് എടുത്ത് ബാഗിലിടുന്നു. അടുത്ത തവണ നീ വരുമ്പോ ചിലപ്പോ ഞാൻ ജീവനോടെ കാണില്ലെന്നും പക്ഷെ എന്റെ മകന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നീ അവനെ വന്ന് കണ്ടാ മതിയെന്നും ടോം ചന്ദ്രയോട് പറയുന്നു. ശേഷം ടോമിനുള്ള പ്രതിഫല തുകയും നൽകി പ്രകാശ് ചന്ദ്രയെ അവൾക്കായിട്ട് കണ്ടുപിടിച്ച ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുന്നു. തൽക്കാലം പ്രശ്നങ്ങളിലൊന്നും പോയി ചാടാതെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ കുമാരൻ നോക്കിക്കൊള്ളുമെന്നും പ്രകാശ് ചന്ദ്രയെ പറഞ്ഞു ഏൽപ്പിക്കുന്നു. ചന്ദ്ര ഫ്ളാറ്റിനുള്ളിൽ കയറിയതും അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കുകയും ഷെൽഫിന് പുറകിലെ സീക്രട്ട് റൂമിലുള്ള തന്റെ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുകയും ചെയ്യുന്നു. ശേഷം ജനലിലെല്ലാം ഒട്ടും സൺലൈറ്റ് കടക്കാത്ത വിധം അവൾ പേപ്പർ ഒട്ടിച്ചു വെക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ജനൽ അടയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഓപ്പോസിറ്റ് ഫ്ളാറ്റിലെ ബാൽക്കണി നീക്കുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ ചന്ദ്ര കാണുന്നത്. അവനെ ഇവിടേക്ക് നോക്കിയിരുന്നതിനാൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നു. ഒരു മായാലോകത്തിൽ അകപ്പെട്ടെന്ന പോലെ ഇരുവരും അല്പനേരം ആ നോട്ടത്തിൽ കുടുങ്ങിപ്പോകുന്നു. ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുമ്പോഴേക്കും ചന്ദ്ര വേഗം സ്വബോധം വീണ്ടെടുത്ത് കട്ടന് പിന്നിലേക്ക് മാറുന്നു. ആ ചെറുപ്പക്കാരന്റെ പേര് സണ്ണി എന്നായിരുന്നു. ചന്ദ്ര പോയതോടെ അവൻ റൂമിനുള്ളിൽ പാട്ട് നടക്കുന്നിടത്തേക്ക് തിരിച്ചു കയറുന്നു. അപ്പോഴാണ് കൃത്യം കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഫുഡ് ഡെലിവറി ആണെന്ന് കരുതി സണ്ണി പോയി കതവ് തുറക്കുമ്പോൾ അവന്റെ എക്സ് ഗേൾഫ്രണ്ട് അനുവിനെയും അവളുടെ ബോയ്ഫ്രണ്ട് സ്കറിയെയുമാണ് കാണുന്നത്. അകത്ത് കിടക്കുന്ന പാട്ട് കണ്ടതും സ്ഥിരം പരിപാടിയാണല്ലേ എന്ന് ചോദിച്ച് അനു സണ്ണിയെ പുച്ഛിക്കുന്നു. ശേഷം അവൾ അവനോട് വന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. പണ്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് സണ്ണി അനുവിന് ജാങ്കോ എന്നൊരു പൂച്ചയെ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. പക്ഷെ സ്കറിയക്കാവട്ടെ പെറ്റ്സിനെ അലർജിയാണ്. ഇപ്പൊ ഞാനും സ്കറിയയും കൂടി ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചെന്നും അതുകൊണ്ട് ജാങ്കോയെ നിനക്ക് തിരിച്ചു തരാൻ വന്നതാണെന്നും അനു സണ്ണിയോട് പറയുന്നു. പക്ഷെ ഇത് കേട്ടതും വേണുവിന് പൂച്ചയെ അലർജിയാണെന്ന് സണ്ണി മറുപടി പറയുന്നു. വേണുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അനുവിനാകെ ദേഷ്യം വരുന്നു. ഒരു MBBS ഡ്രോപ്പൗട്ടായ വേണുവും അതേ അലമ്പുമായിട്ട് നടക്കുന്ന നൈജലും കൂടിയാണ് സണ്ണിയെ നശിപ്പിക്കുന്നതെന്നായിരുന്നു അനുവിന്റെ ഭാഷ്യം. കൃത്യമായിട്ട് ജോലിക്ക് പോകാതെ കൂട്ടുകാരോടൊത്ത് പാർട്ടിയും പബ്ബുമായിട്ട് കറങ്ങി നടക്കുന്നതിന്റെ പേരിലാണ് അനു സണ്ണിയുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നത്. വീണ്ടും വേണുവിന്റെ പേര് കേൾക്കുമ്പോൾ അനുവിന്റെ ഉള്ളിലേക്ക് പഴയ ഓർമ്മകൾ കടന്നു വരുന്നു. അനു വേണുവിന്റെ നൈജലിനെ കുറ്റം പറഞ്ഞു തുടങ്ങിയതും അത് അവസാനിപ്പിക്കാനായി പൂച്ചയെ ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സണ്ണി അതിനെ ഏറ്റെടുക്കുന്നു. ശേഷം നേരെ ബാൽക്കണിയിൽ പോയി നിൽക്കുന്ന സണ്ണിയെ നൈജലും വേണുവും കൂടി ആശ്വസിപ്പിക്കുന്നു. ആ സമയത്താണ് ഓപ്പോസിറ്റ് ഫ്ളാറ്റിൽ ഒരു സുന്ദരി പെണ്ണിനെ കണ്ട കാര്യം സണ്ണി അവരോട് പറയുന്നത്. സണ്ണി അവളെക്കുറിച്ച് പറയുന്നത് കേട്ട് കൂട്ടുകാർ അവനെ കളിയാക്കുകയും അങ്ങനെ അവന്റെ മൂഡ് ഓഫ് പതിയെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് സണ്ണി പതിവ് രീതി കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ചന്ദ്രയാകട്ടെ അടുത്തുള്ളൊരു കോഫി ഷോപ്പിൽ ജോലി വാങ്ങുന്നു. ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് ആണ് അവളെ തിരഞ്ഞെടുക്കുന്നത്.
ഒരു ദിവസം ചന്ദ്ര വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പിൽ സണ്ണിയും കൂട്ടുകാരും വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രയെ അവൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ സണ്ണിയും കൂട്ടുകാരും കൂടെ പാട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഓട്ടോയിലിരുന്ന് 3 പേര് ഒരു സിറിഞ്ചിൽ എന്തോ മരുന്ന് നിറയ്ക്കുന്നത് കാണിക്കുന്നു. ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് അവരിൽ ഒരാൾ മുരുകേശൻ എന്നൊരാളെ കോൾ ചെയ്ത് പറയുന്നു. ശേഷം സണ്ണിയുടെ ഗ്യാങ്ങിന് പിറകിലായി ആ വഴി വന്നുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ഓട്ടോയിലേക്ക് കയറ്റുന്നു. തൊട്ടു പിറകിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിലും സണ്ണിയും ഗ്യാങ് ഇതൊന്നും അറിയാതെ നടന്നു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ അടുത്തൊരു ചെറുപ്പക്കാരൻ കൂടി മിസ്സിംഗ് ആണെന്നും ഇങ്ങനെ ഈ മാസം തന്നെ കാണാതാവുന്നവരുടെ എണ്ണം 23 ആയെന്നും ന്യൂസിൽ പറയുന്നതാണ് കാണിക്കുന്നത്. ഓർഗൻ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ആളുകൾ മിസ്സാകുന്നതെന്നാണ് പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജാങ്കോപുരത്ത് തെരുവിലുണ്ടെന്ന് ഒരു കുട്ടി സണ്ണിയോട് വന്ന് പറയുന്നത്. ഇത് കേട്ട് സണ്ണി പൂച്ചയെ ശ്രദ്ധിക്കാഞ്ഞതിൽ വേണുവിനെ വഴക്ക് പറഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നു. താഴെ ഒരു മരച്ചുവട്ടിലിരിക്കുന്ന പൂച്ചയെ എടുത്ത് ഫ്ളാറ്റിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാറ് സണ്ണിക്ക് നേരെ വരുന്നത്. വണ്ടി തന്നെ ഇടിക്കുമെന്ന് ഉറപ്പാക്കിയ സണ്ണി പൂച്ചയെ താഴേക്ക് ഇറക്കി വിട്ട് ഒരു നിമിഷം കണ്ണടച്ചു നിൽക്കുന്നു. കണ്ടിരുന്ന എല്ലാവരും ഷോക്കായി കണ്ണ് ചിമ്മി തുറന്ന സമയം കൊണ്ട് സണ്ണി അല്പം മാറി താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ആളുകൾ ഉടനെ ഓടിക്കൂടിയെങ്കിലും സണ്ണിക്ക് കാര്യമായ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അപകടത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും സണ്ണിയുടെ മനസ്സ് മാത്രം അല്പം മുൻപ് നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കുന്നു. വണ്ടി തന്നെ ഇടിക്കുമെന്ന് ഉറപ്പായ നിമിഷം സണ്ണി അവിടെ ചലിക്കാതെ നിന്നപ്പോ ചന്ദ്ര അവനെ നെഞ്ചിൽ തള്ളി ദൂരേക്ക് തട്ടി മാറ്റുന്നത് ഒരു മായ പോലെ സണ്ണി കണ്ടിരുന്നു. പക്ഷെ ചുറ്റുമുള്ളവരാരും അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. ചന്ദ്രയാകട്ടെ ഈ പരിസരത്തും ഇല്ല. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ സണ്ണിയാകെ കൺഫ്യൂസ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ മുൻപ് കാണിച്ച ഓട്ടോ ഗ്യാങ് രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു യുവതിയെ ഫോളോ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പല കമന്റ്സും പറഞ്ഞ് അവന്മാർ അവളുടെ പിന്നാലെ ചെല്ലുമ്പോൾ ആ പെണ്ണ് പേടിച്ച് നടത്തത്തിന് വേഗത കൂട്ടുന്നു. വേഗം നടന്നു പോകാൻ ശ്രമിക്കുന്നതിനിടെ മുന്നിലായിട്ട് ഒരു പോലീസ് വാഹനം കണ്ടതും അവൾക്ക് അല്പം ആശ്വാസം തോന്നുന്നു. പോലീസ് വാഹനം കണ്ടതും ഓട്ടോയിൽ വന്നവരും വേഗം അവിടുന്ന് സ്ഥലം വിടുന്നു. ആ പെണ്ണിനെ കണ്ട് വണ്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ നാച്ചിയപ്പ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഓട്ടോയിലുള്ളവർ തന്നെ ഫോളോ ചെയ്യുകയായിരുന്നു അവള് പേടിയോടെ പറയുമ്പോ ഈ സമയത്ത് വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ച് നാച്ചിയപ്പ അവളെ വഴക്ക് പറയുന്നു. അങ്ങനെ നാച്ചിയപ്പ ആ പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് വരട്ടുമ്പോഴാണ് നാച്ചിയപ്പയുടെ സീനിയർ ഒരു ലേഡി ഓഫീസർ അവിടേക്ക് വരുന്നത്. നാച്ചിയപ്പയുടെ അടുത്ത് പേടിച്ചു നിൽക്കുന്ന യുവതിയെ കണ്ട് ഓഫീസർ അവരോട് കാര്യം തിരക്കുന്നു. ഒപ്പം സീനിയർ ഓഫീസറായിട്ടും തനിക്ക് സല്യൂട്ട് തരാത്തത് എന്താണെന്ന് ഓഫീസർ നാച്ചിയപ്പയോട് ചോദിക്കുന്നു. ഇത് കേട്ടതും ഒരു പ്രത്യേകതര ഈഗോയിസ്റ്റിക് ക്യാരക്ടറായ നാച്ചിയപ്പ തന്റെ അമർഷം അടക്കി ഒരു പ്രത്യേക ഭാവത്തോടെ സല്യൂട്ട് ചെയ്യുന്നു. ശേഷം ആ ലേഡി ഓഫീസർ പേടിച്ചു നിന്ന യുവതിയെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. നെക്സ്റ്റ് സീനിൽ ആ ഓട്ടോ ഗ്യാങ്ങിൽപ്പെട്ട സുന്ദർ എന്നു പേരുള്ള ഒരുത്തൻ ചന്ദ്രയുടെ കൂടെ ജോലി ചെയ്യുന്ന റോസ് എന്നൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കുറച്ചു നാളുകളായി സുന്ദർ റോസിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതൊക്കെ ചന്ദ്രയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ന് ചന്ദ്ര റെസ്റ്റോറന്റിലെ വേസ്റ്റ് കളയാൻ പോകുമ്പോഴാണ് റെസ്റ്റോറന്റിന്റെ പിറകിലായി സുന്ദർ റോസിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാണുന്നത്. ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. സുന്ദർ റോസിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ കൈ ഉയർത്തിയതും മിന്നൽ വേഗത്തിൽ ചന്ദ്ര അവിടേക്ക് വന്ന് ആ ആസിഡ് കുപ്പിയുള്ള അവന്റെ കൈ ഭിത്തിയിലേക്ക് ചേർത്തടിക്കുന്നു. സ്വന്തം കൈയിൽ ആസിഡ് വീണ് പൊള്ളിയതിന് സുന്ദർ അലറി വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതേപോലെ കൈ പൊള്ളിയ ചന്ദ്രയ്ക്ക് മാത്രം യാതൊരു ഭാവമാറ്റവും ഉണ്ടാകുന്നില്ല. നീ ഏതാണെന്ന് സുന്ദർ ചന്ദ്രയോട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അവനെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചന്ദ്ര അവനെ നിലംപരിശാക്കുന്നു. ശേഷം താഴെ ബോധമില്ലാതെ കിടക്കുന്ന സുന്ദറിനെ മറികടന്ന് നീ ഒന്നും കണ്ടിട്ടില്ലെന്ന് റോസിനോടും പറഞ്ഞ് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ചന്ദ്ര അവിടുന്ന് നടന്നു പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഇൻസ്പെക്ടർ നാച്ചിയപ്പ സുന്ദറിന്റെ ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. സുന്ദറിന്റെ ചേട്ടൻ ഗജേന്ദ്രനാണ് ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഓർഗൻ ട്രാഫിക് ചെയ്യുന്നതിന് നേതൃത്വം നൽകിയിരുന്നത്. നാച്ചിയപ്പയെ കണ്ടതും ഗജേന്ദ്രന്റെ സഹായി മുരുകേശൻ ഗജേന്ദ്രന്റെ ഫോൺ കോള് നാച്ചിയപ്പയ്ക്ക് കൈമാറുന്നു. 2 ദിവസത്തിനുള്ളിൽ ഷിപ്മെന്റ് എത്തുമെന്നും അത് സേഫായിട്ട് ഗോഡൌണിൽ എത്തിക്കണമെന്നും ഗജേന്ദ്രൻ നാച്ചിയപ്പയോട് പറയുന്നു. പക്ഷെ തനിക്കത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് നാച്ചിയപ്പ മറുപടി പറയുന്നു. ഈ സമയം ഗജേന്ദ്രന്റെ കയ്യിൽ നിന്നും ആ ഫോൺ കോള് മുൻപ് കാണിച്ച നാച്ചിയപ്പയുടെ സീനിയർ ഓഫീസർ വാങ്ങി സംസാരിക്കുന്നു. ഡ്യൂട്ടിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും നീ തൽക്കാലം സാറ് പറയുന്ന പോലെ ചെയ്യാനും ആ ലേഡി ഓഫീസർ നാച്ചിയപ്പയോട് പറയുന്നു. കോള് കട്ട് ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ ഗജേന്ദ്രൻ നാച്ചിയപ്പയോട് പറയുന്നു. എന്റെ അനിയനെ ആരോ തല്ലിയിട്ടുണ്ടെന്നും നിനക്ക് പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് അന്വേഷിക്കാനും ഗജേന്ദ്രൻ അവനോട് പറയുന്നു. പക്ഷെ ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ഗജേന്ദ്രന്റെ മുഖം നമ്മളെ കാണിക്കുന്നില്ല. കോള് കട്ട് ചെയ്തതും നാച്ചിയപ്പ സുന്ദറിനെ നോക്കിയിട്ട് ആരാണ് നിന്നെ അടിച്ചതെന്ന് ചോദിക്കുന്നു.
നടന്ന സംഭവങ്ങളൊക്കെ കേട്ടതും ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ബോധം പോയെന്ന് ചോദിച്ച് നാച്ചിയപ്പ അവനെ പുച്ഛിക്കുന്നു. പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോധവും പോയേനെ എന്ന് സുന്ദർ മറുപടി പറയുന്നു. ശേഷം സുന്ദർ നാച്ചിയപ്പയ്ക്ക് ചന്ദ്രയെ കാണിച്ചു കൊടുക്കുന്നു. നാച്ചിയപ്പ ദൂരെ നിന്ന് അവളെ ശ്രദ്ധിച്ച സമയം തന്നെ ചന്ദ്രയെ അവനെ തിരിഞ്ഞു നോക്കുന്നു. നെക്സ്റ്റ് സീനിൽ ആകെ ടയേർഡായിരിക്കുന്ന ചന്ദ്രയെയാണ് കാണിക്കുന്നത്. കാലിയായി ഫ്രിഡ്ജിൽ ഒന്ന് നോക്കി ചന്ദ്ര മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് പോകാനായി ചന്ദ്ര കയറിയ ഓട്ടോയിൽ തന്നെ സണ്ണിയും ഉണ്ടായിരുന്നു. ചന്ദ്രയെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും അവളുടെ കയ്യിലെ പൊള്ളൽ സണ്ണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ശേഷം സണ്ണി ചന്ദ്രയോട് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ചന്ദ്രയെ അവനോട് പേര് വെളിപ്പെടുത്തുന്നു. നെക്സ്റ്റ് വീക്ക് ഫ്ളാറ്റിൽ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നും പറ്റുവാണെങ്കിൽ വേണമെന്നും പറഞ്ഞ് സണ്ണി അവളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് കേട്ടതും പറ്റുമെങ്കിൽ വരാമെന്ന് അവൾ മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ പാർട്ടി നടക്കുന്ന ദിവസം ബാൽക്കണിയിൽ നിൽക്കുന്ന സണ്ണിയാണ് കാണിക്കുന്നത്. ഇത്രയും നേരം കാണാഞ്ഞിട്ട് ചന്ദ്ര ഇനി വരില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അതിസുന്ദരിയായിട്ട് ചന്ദ്ര അവിടേക്ക് വരുന്നത്. പാർട്ടിക്ക് വന്ന എല്ലാവരും ചന്ദ്രയെ കണ്ട് അല്പം സർപ്രൈസ് ആവുന്നു. പക്ഷെ സണ്ണിയുടെ പൂച്ച മാത്രം ചന്ദ്രയെ കണ്ട് വല്ലാതെ വയലന്റ് ആവുന്നു. പക്ഷെ അവരത് വലിയ കാര്യമാക്കാതെ ആ പൂച്ചയെ ഒരു മുറിയിൽ അടച്ചിടുന്നു. ആ പാർട്ടിയിൽ വെച്ച് നൈജലും വേണുവും ഒക്കെ ചന്ദ്രയുമായിട്ട് കൂടുതൽ കമ്പനി ആവുന്നു. പക്ഷെ മുൻപ് കണ്ടപ്പോ ചന്ദ്രയുടെ കയ്യിൽ കണ്ട പൊള്ളലിന്റെ സ്ഥാനത്ത് നേരത്തൊരു പാട് പോലും ഇപ്പോഴില്ലെന്ന് സണ്ണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവരെല്ലാവരും ചേർന്ന് പാർട്ടി ആഘോഷിക്കുന്നതിനിടയിലാണ് നാച്ചിയപ്പയും അസിസ്റ്റന്റ് ജഗദീഷും കൂടെ അവിടേക്ക് വരുന്നത്. പാർട്ടി നടക്കുന്നതിന്റെ ഒച്ചയും ബഹളവും കേട്ടാണ് അവരവിടേക്ക് വരുന്നതെങ്കിലും ചന്ദ്രയെ കണ്ടതോടെ നാച്ചിയപ്പയുടെ മുഖം മാറുന്നു. എല്ലാവരും ചെറുതായിട്ടൊന്ന് വിരട്ടിയ ശേഷം ചന്ദ്രയുടെ പേരും ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് നാച്ചിയപ്പ അവിടുന്ന് പോകുന്നത്. നാച്ചിയപ്പയുടെ പെരുമാറ്റത്തിൽ ഒരു അപകടം ഫീൽ ചെയ്തെങ്കിലും ചന്ദ്ര അത് പുറമെ കാണിക്കുന്നില്ല. ശേഷം പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ സണ്ണിയോട് നന്ദി പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. ചന്ദ്ര പോകുന്നതിന്റെ കൂടെ അവളോട് ഫ്ലേർട്ട് ചെയ്ത് നൈജലും അവളുടെ പിന്നാലെ പോകുന്നു. നൈജല് ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് കയറുന്നത് സണ്ണിയും കാണുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നൈജലിന്റെ അമ്മ ഫോൺ ചെയ്ത് ശബ്ദം കേട്ടാണ് സണ്ണി ഉറക്കം എണീക്കുന്നത്. പാർട്ടി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പോയ നൈജലിനെ ഇതുവരെ കാണാഞ്ഞിട്ടാണ് നൈജലിന്റെ അമ്മ സണ്ണിയെ കോൾ ചെയ്തത്. നൈജൽ ഇവിടെയില്ലെന്ന് സണ്ണി പറയുമ്പോൾ അവനവിടേക്ക് വല്ലതും വരുവാണെങ്കിൽ എന്നെ വിളിക്കാൻ പറയണമെന്ന് നൈജലിന്റെ അമ്മ സണ്ണിയോട് പറയുന്നു. കോള് കട്ടായതും സണ്ണി ഇക്കാര്യം വേണുവിനെ അറിയിക്കുന്നു. നൈജല് ചന്ദ്രയുടെ ഫ്ളാറ്റിൽ കാണുമെന്നും അവരിപ്പോ ആഘോഷിക്കുകയായിരിക്കുമെന്നും പറഞ്ഞ് വേണു അത് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ സണ്ണിക്ക് മാത്രം എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഒടുവിൽ അവൻ നൈജലിനെ അന്വേഷിച്ച് ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. പക്ഷെ ബെല്ലടിച്ചിട്ടും സണ്ണി പുറത്തുനിന്ന് വിളിച്ചിട്ടും ഒന്നും ചന്ദ്ര വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ നൈജൽ അവിടെ ഉണ്ടോ എന്ന് സണ്ണി വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ലെന്ന് ചന്ദ്ര മറുപടി പറയുന്നു. സണ്ണി പിന്നെയും അതിനെക്കുറിച്ച് എന്തോ ചോദിക്കാൻ തുടങ്ങുന്നെങ്കിലും വളരെ പരുഷമായിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് ചന്ദ്ര മറുപടി പറയുന്നു. ചന്ദ്രയുടെ ഭാവമാറ്റത്തിന് പിന്നിലെ കാരണം അറിയാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് റോഡരികിൽ നിൽക്കുന്ന കുമാറിനെ സണ്ണി കാണുന്നത്. പലപ്പോഴായി കുമാർ ഓരോ സീൽഡ് കണ്ടെയ്നേഴ്സ് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നത് സണ്ണി കണ്ടിട്ടുണ്ടായിരുന്നു. വേണുവിൽ നിന്നും കുമാരൻ ഡ്രഗ് കേസിൽ ജയിലിൽ പോയിട്ടുള്ളതാണെന്ന് കൂടി കേൾക്കുന്നതോടെ സണ്ണിയുടെ സംശയം കൂടുന്നു. വൈകുന്നേരമായിട്ടും നൈജലിന്റെ വിവരമൊന്നും കിട്ടാതായതോടെ പോലീസ് പറഞ്ഞാലോ എന്ന് സണ്ണി വേണുവിനോട് ചോദിക്കുന്നു. കൃത്യം ഈ സമയത്താണ് സണ്ണിയെ അന്വേഷിച്ചിട്ട് ചന്ദ്ര എവിടേക്ക് വരുന്നത്. ഉറക്കത്തിൽ ശല്യം ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും അതുകൊണ്ടാണ് മുൻപ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് ചന്ദ്ര സണ്ണിയോട് ക്ഷമ ചോദിക്കുന്നു. നൈജലിനെ തിരക്കാണ് താൻ വന്നതെന്ന് സണ്ണി പറയുമ്പോൾ അവൻ അപ്പൊ തന്നെ തിരിച്ചു പോയല്ലോ എന്ന് ചന്ദ്ര മറുപടി പറയുന്നു. പക്ഷെ സംസാരത്തിനിടെ ചന്ദ്രയുടെ ഷൂസ് പറ്റിപ്പിടിച്ച രക്തക്കറ സണ്ണിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ലെങ്കിലും ചന്ദ്രയുടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് സണ്ണിക്ക് മനസ്സിലാവുന്നു. ശേഷം സണ്ണി തന്റെ സംശയങ്ങളൊക്കെ വേണുവിനോടും പറയുന്നു. നൈജൽ ഒരുപക്ഷെ ചന്ദ്രയുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടാവുമെന്നും എനിക്കെന്തോ ഇവള് ഓർഗൻ ട്രാഫിക്കിന്റെ ആളാണോ എന്ന് സംശയമുണ്ടെന്നും സണ്ണി പറയുമ്പോൾ വേണു അല്പം ഭയപ്പെടുന്നു. ഞാൻ ഏതായാലും ചന്ദ്രയെ ഫോളോ ചെയ്യാൻ പോവാണെന്നും ആ സമയത്ത് നീ അവന്റെ ഫ്ളാറ്റ് ഒന്ന് പരിശോധിക്കണമെന്നും സണ്ണി വേണുവിനെ പറഞ്ഞേൽപ്പിക്കുന്നു. ശേഷം പറഞ്ഞതുപോലെ സണ്ണി ചന്ദ്രയെ ഫോളോ ചെയ്തു പോകുന്നു. മറുഭാഗത്ത് വേണു ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു പോലീസ് വണ്ടിയിൽ നൈജൽ അവിടേക്ക് വരുന്നു. നൈജലിനെ കണ്ട ഷോക്കിലും നീ ഇതുവരെ എവിടെ ആയിരുന്നെന്ന് വേണു അവനോട് ചോദിക്കുന്നു. ഇന്നലെ ചന്ദ്രയുടെ കൂടെ പോയിട്ട് അവളെ നൈജലിനെ ഉടൻ തന്നെ പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ വീട്ടിൽ പോകാന്ന് കരുതി പുറത്തേക്ക് പോകുമ്പോഴാണ് പോലീസ് കൈ കാണിക്കുന്നത്. അവന് ലൈസൻസ് ചോദിച്ചതും നൈജൽ പോക്കറ്റ് കൈയിട്ട് തപ്പിയെടുത്തത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ച കഞ്ചാവായിരുന്നു. അങ്ങനെ പോലീസ് കൊണ്ടുപോയിട്ട് അവര് തന്നെ ഇപ്പോഴാണ് വിട്ടതെന്നും നൈജൽ മറുപടി പറയുന്നു. മറുഭാഗത്ത് ചന്ദ്രയെ ഫോളോ ചെയ്തു പോകുന്ന സണ്ണിയെ കാണിക്കുന്നു. വിജനമായിട്ടുള്ള ഒരു വഴിയിലൂടെ ചന്ദ്ര നടന്നു പോകുമ്പോഴാണ് സുന്ദരം ആളുകളും അവളെ ആക്രമിക്കുന്നത്. ചന്ദ്രയുടെ കഴുത്തിൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് അവരവളെ ഓട്ടോയിൽ കയറ്റുന്നു. അല്പം പിന്നിലായി ചന്ദ്രയെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സണ്ണി ഇത് കണ്ട് അവിടെ കൂടി വരുന്നെങ്കിലും അപ്പോഴേക്കും അവർ ചന്ദ്രയും കൊണ്ട് അവിടുന്ന് പോകുന്നു. മറുഭാഗത്ത് വർഗീസ് കുര്യൻ എന്നൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ചെറുമകൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ചെറുമകളുടെ ആവശ്യപ്രകാരം യക്ഷിക്കഥയാണ് അദ്ദേഹം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സിറ്റി ഒരു കൊടുങ്കാടായിരുന്നു. അന്നിവിടം ഭരിച്ചിരുന്ന സേനാപതി എന്ന രാജാവ് ഒരു വലിയ കാളിഭക്തനായിരുന്നു.
കൊട്ടാരത്തോട് ചേർന്നുള്ള കാളിദേവിയുടെ ക്ഷേത്രത്തിൽ രാജകുടുംബാംഗങ്ങൾക്കല്ലാതെ താഴ്ന്ന ജാതിക്കാർക്കോ കാട്ടിൽ താമസിക്കുന്നവർക്കോ ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. രാജാവ് അവിടെ വരുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ ആ കാട്ടിലുള്ള ഒരു കൊച്ചു പെൺകുട്ടിയും കൂട്ടുകാരും നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ പെൺകുട്ടിയും കൂട്ടുകാരും ആരും കാണാതെ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ കയറുന്നു. അവിടെ ദേവിയുടെ ക്ഷേത്രത്തിലിരുന്ന ഒരു മുത്ത് ആ പെൺകുട്ടി എടുത്ത് നോക്കുമ്പോഴാണ് പൂജാരി അവിടേക്ക് വരുന്നത്. പൂജാരിയെ കണ്ട വെപ്രാളത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മുത്ത് തിരികെ വെക്കാൻ ആ പെൺകുട്ടി മറന്നുപോയിരുന്നു. ശേഷം അവൾ ആ മുത്തെടുത്ത് കാട്ടിനുള്ളിൽ അവര് പൂജ ചെയ്യുന്ന ദൈവത്തിന് സമർപ്പിക്കുന്നു. പക്ഷെ ഇതറിഞ്ഞ രാജാവ് കോപിഷ്ഠനായി ആ കാട്ടിലുള്ളവരെയെല്ലാം കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പെൺകുട്ടിയും കുടുംബവും ഉൾക്കാട്ടിനുള്ളിലെ ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു. പക്ഷെ അവരൊളിച്ചത് ഒരു സാധാരണ ഗുഹയിലായിരുന്നില്ല. ആ ഗുഹയിൽ എന്തൊക്കെ അസാധാരണത്വം തോന്നിയ പെൺകുട്ടി അവളുടെ മാതാപിതാക്കൾ കാണാതെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നു. അവിടെയുണ്ടായിരുന്ന തലയില്ലാത്ത ഒരു കൽപ്രതിമയിൽ അവൾ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെയുണ്ടായിരുന്ന വവ്വാലുകൾ അവളെ ആക്രമിക്കുന്നത്. വവ്വാലുകളുടെ കൂട്ടാക്രമണത്തിൽ ആ പെൺകുട്ടി ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. അല്പസമയത്തിന് ശേഷം തന്റെ വളർത്തുനായയുടെ കുര കേട്ടാണ് അവൾ ബോധം ഉണരുന്നത്. ഈ സമയത്ത് തന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്റെ മാതാപിതാക്കളെ ഉൾപ്പെടെ കാട്ടിലുള്ള എല്ലാവരെയും രാജാവിന്റെ ആളുകൾ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. കുട്ടിയെ കണ്ടതും അമ്മ അവളോട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നെങ്കിലും അവൾ പതിയെ അവരുടെ അടുത്തേക്ക് ചുവട് വെക്കുന്നു. ഇത് കണ്ടതും രാജാവിന്റെ ആളുകൾ കുട്ടിയുടെ അച്ഛനെ കൊന്നുകളയുന്നു. ശേഷം അച്ഛന്റെ അടുക്കളേക്ക് ഓടിയെടുത്ത ആ കൊച്ചു പെൺകുട്ടിയുടെ വയറ്റിൽ അവർ കുന്തം കുത്തിയിറക്കുന്നു. കണ്ടു നിന്നവരൊക്കെയും ആ പിഞ്ചു ശരീരം ജീവനിട്ട് നിലം പതിക്കുന്നത് കണ്ട് കണ്ണുകൾ അടയ്ക്കുന്നു. മറുഭാഗത്ത് ചന്ദ്രയ്ക്ക് ബോധം തെളിയുന്നത് കാണിക്കുന്നു. അവളുടെ അരികിലായി 2 പട്ടികൾ വന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ സുന്ദർ എഴുന്നേറ്റി എന്ന് അതിലൊന്നിനെ കൊന്നുകളയുന്നു. ശേഷം സുന്ദർ ചന്ദ്രയുടെ അടുത്ത് ചെന്ന് അവളുടെ മുഖം അടച്ച് ഒരു അടി കൊടുക്കുമ്പോൾ മുൻപില്ലാത്ത വണ്ണം അവളുടെ കണ്ണ് തിളങ്ങുന്നത് കാണിക്കുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും പേടിയുടെ ഒരു കണിക പോലും ഇല്ലാത്ത ചന്ദ്രയുടെ ഭാവം കണ്ട് സുന്ദറിനാകെ ദേഷ്യം തോന്നുന്നു. എന്റെ ചേട്ടൻ ഇപ്പൊ വരുമെന്നും നീ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ബാക്കിയില്ലാത്ത വിധം കൊന്നുകളയുമെന്ന് സുന്ദർ പറയുമ്പോഴേക്കും ചന്ദ്ര അവളുടെ ദംഷ്ട്ര പുറത്തേക്ക് ഇറക്കുന്നു. അടുത്ത നിമിഷം തന്നെ ആ ദംഷ്ട്ര സുന്ദറിന്റെ കഴുത്തിലേക്ക് ആഴ്ത്തി അവൾ അവനെ കൊന്നുകളയുന്നു. മറുഭാഗത്ത് വീണ്ടും കഥയാണ് കാണിക്കുന്നത്. പെൺകുട്ടിയെ കൊന്ന ശേഷം അവളുടെ അമ്മയെ കൊല്ലാൻ ഒരുങ്ങുമ്പോഴാണ് പിന്നിലുള്ള കാഴ്ച കണ്ട് അവരെ ഷോക്കാവുന്നത്. തന്റെ നെഞ്ചിൽ കുത്തിക്കയറിയ കുന്ത ഊരി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയാണ് അവർ കാണുന്നത്. ഇത് കണ്ട് രാജാവിന്റെ ആളുകൾ വീണ്ടും അവളെ കൊല്ലാൻ വരുന്നെങ്കിലും കാറ്റിന്റെ വേഗതയിൽ കയ്യിലിരുന്ന കുന്തം കൊണ്ട് അവൾ അവരെ ഇല്ലാതാക്കുന്നു. അടുത്തതായി തനിക്ക് നേരെ പാഞ്ഞെടുത്ത ആളെ കണ്ടതും അവൾ അയാളുടെ മേലേക്ക് ചാടിക്കയറി അയാളുടെ കഴുത്തിലേക്ക് ദംഷ്ട്ര ഇറക്കുന്നു. അയാളുടെ രക്തം കുടിക്കുമ്പോൾ അവളുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം അപ്രത്യക്ഷമാകുന്നു. ഇത് കണ്ടതും തങ്ങൾ ആരാധിക്കുന്ന ദേവി തന്നെയാണ് കുട്ടിയുടെ ശരീരത്തിലുള്ളതെന്ന് കാട്ടിലുള്ളവർ തിരിച്ചറിയുന്നു. ശേഷം ആ പെൺകുട്ടിയോടുള്ള ദേഷ്യത്തിൽ അവളുടെ അമ്മയുടെ ദേഹത്തേക്ക് രാജാവിന്റെ ആളുകൾ കത്തിയെടുത്ത് കുത്തുന്നു. അതുകൂടി കണ്ടതോടെ രാജാവിന്റെ മുഴുവൻ ആളുകളെയും ആ പെൺകുട്ടി കൊന്നുകളയുന്നു. മറുഭാഗത്ത് വീണ്ടും ചന്ദ്രയാണ് കാണിക്കുന്നത്. സുന്ദറിന്റെ ജീവൻ പോയെന്നുറപ്പാക്കിയ ശേഷം അവന്റെ 2 കൂട്ടാളികളെയും വളരെ നിസ്സാരമായി അവൾ കൊന്നുകളയുന്നു. മൂന്നാമത്തെ ആളെയും കൊന്ന് നേരെ നോക്കുന്ന ചന്ദ്ര ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന സണ്ണിയാണ് കാണുന്നത്. ചന്ദ്ര തന്നെ നോക്കുന്നത് കണ്ടതും സണ്ണി ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. മറുഭാഗത്ത് വീണ്ടും കഥയുടെ ബാക്കി കാണിക്കുന്നു. രാജാവിന്റെ ആളുകളുടെ ആക്രമണത്താൽ മരണാസന്നയായ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടി ഒരുപാട് കരയുന്നു. തനിക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്തുകൊണ്ടാണെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. ഒരു പക്ഷേ നമ്മളെപ്പോലുള്ള നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തതായിരിക്കുമെന്നും അങ്ങനെയുള്ളവരെ നീ എന്ന് സഹായിക്കണമെന്നും അമ്മ അവളോട് പറയുന്നു. ആ കൊച്ചു പെൺകുട്ടിയുടെ പേര് നീലി എന്നായിരുന്നു. നീ ഇനി ഇവിടെ നിൽക്കണ്ടെന്നുകൂടി കുഞ്ഞു നീലിയോട് പറഞ്ഞിട്ടാണ് ആ അമ്മ മരണപ്പെടുന്നത്. അങ്ങനെ അമ്മയുടെ മരണശേഷം നീലി അവിടെ വിട്ട് ദൂരേക്ക് പോകുന്നു. സംഭവം അറിഞ്ഞ് അവിടേക്ക് വരുന്ന രാജാവ് ആരാണ് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കള്ളിയങ്കാട്ട നീലിയാണെന്ന് അവര് മറുപടി പറയുന്നു. കുഞ്ഞു നീലി പിന്നീട് വളർന്ന് വലിയൊരു യുവതിയാവുന്നു. അമ്മയുടെ മരണശേഷം നീലി പല ദേശങ്ങളിലായി സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഓരോ ദേശത്ത് പോകുമ്പോഴും അവിടെയുള്ള ദുഷ്ടന്മാരെ അവൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നീലി മരണമില്ലാത്തവളാണെങ്കിലും അവൾക്ക് ചില ബലഹീനതകൾ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഒരിക്കൽ കടമറ്റത്ത് കത്തനാർ അവളെ ബന്ധിക്കുന്നത്. കഥ പറഞ്ഞ അത്രയായതും മകൾക്ക് യക്ഷിക്കഥ പറഞ്ഞു കൊടുക്കുന്നതിന് വർഗീസിനെ വഴക്കു പറഞ്ഞ് അവളുടെ അമ്മ അവളെ ഉറങ്ങാൻ കൊണ്ടുപോകുന്നു. വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ പോലെ സജ്ജീകരിച്ച ഒരു ബെഡിലാണ് ആ പെൺകുട്ടി ഉറങ്ങാൻ കിടക്കുന്നത്. ഇത് കണ്ടതും വർഗീസ് വീണ്ടും ചെറുമകളുടെ അടുത്ത് ചെന്നിരിക്കുന്നു. കഥയുടെ ബാക്കി എന്നോണം നീലി എന്ന് മരണപ്പെട്ടോ എന്ന് ചെറുമകൾ അദ്ദേഹത്തിനോട് തിരക്കുന്നു.
നീല ഇപ്പോഴും ഇവിടെ എവിടെയോ ഉണ്ടെന്നും അവളെ താൻ കണ്ടുപിടിക്കുമെന്നും അദ്ദേഹം അവൾക്ക് മറുപടി കൊടുക്കുന്നു. ശേഷം ഡോക്ടർ വർഗീസ് പഴയ ചില ഗ്രന്ഥങ്ങൾ നോക്കി ഒരു പുസ്തകം പൂർത്തിയാക്കുന്നത് കാണിക്കുന്നു. മുൻപ് നമ്മളെ കാണിച്ച ദേ ലീവ് എമംഗ് അസ് എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ വർഗീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നെക്സ്റ്റ് സീനിൽ സണ്ണിക്ക് പതിയെ ബോധം തെളിയുന്നതാണ് കാണിക്കുന്നത്. തന്റെ ഒപ്പം ഓട്ടോയിലുള്ള സുന്ദരനെയും കൂട്ടാളികളുടെയും ഡെഡ് ബോഡി കണ്ട് സണ്ണി ആകെ വിരണ്ടു പോകുന്നു. ചന്ദ്രയുടെ സംസാരത്തിൽ നിന്ന് ബോഡി ഡിസ്പോസ് ചെയ്യാൻ കൂടെ എന്നില്ലെങ്കിൽ തന്റെ അവസ്ഥ ഇത് തന്നെയാവുമെന്ന് പേടിച്ച് സണ്ണി അവളോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. കൃത്യം ഈ സമയത്താണ് സണ്ണിയെ കാണാഞ്ഞിട്ട് വേണു അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. പക്ഷെ ചന്ദ്രയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. സണ്ണി എവിടെയെന്ന് വേണു ചോദിക്കുമ്പോൾ അവൻ വളരെ ടയേർഡായിട്ട് ഇവിടെ ഫ്ലാറ്റ് കിടന്നുറങ്ങുകയാണെന്ന് ചന്ദ്ര മറുപടി പറയുന്നു. ചന്ദ്രയുടെ സംസാരം കേട്ട് സണ്ണി അവളും തമ്മിൽ എന്തോ റിലേഷൻഷിപ്പിലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വേണു കോള് കട്ട് ചെയ്യുന്നത്. ശേഷം സണ്ണിയും ചന്ദ്രയും കൂടെ ഒരു വലിയ കെമിക്കൽ ഫാക്ടറിയിൽ ആ 3 ഡെഡ് ബോഡിയും ഡിസ്പോസ് ചെയ്യുന്നു. അതിനുശേഷം പുറത്തേക്ക് നടക്കുമ്പോൾ സണ്ണി തന്റെ ഉള്ളിലുള്ള ഒരു സംശയം ചന്ദ്രയോട് ചോദിക്കുന്നു. അന്ന് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോ ചന്ദ്ര അവിടെ ഉണ്ടായിരുന്നു എന്ന് സണ്ണി ചോദിക്കുമ്പോൾ അതെ എന്ന് ചന്ദ്ര മറുപടി പറയുന്നു. മുൻപ് സുന്ദരനെ ആക്രമിച്ചപ്പോ ചന്ദ്രയുടെ ദംഷ്ട്രയം കണ്ടിരുന്നതിനാൽ ചന്ദ്ര വല്ല യക്ഷിയോ മറ്റോ ആണോ എന്നും സണ്ണി ഭയത്തോട് ചോദിക്കുന്നു. അതെ എന്ന് ചന്ദ്ര മറുപടി പറഞ്ഞതും സണ്ണി വീണ്ടും ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. നെക്സ്റ്റ് സീനിൽ സണ്ണി രാവിലെ ഉറക്കം എണീക്കുന്നതാണ് കാണിക്കുന്നത്. ചന്ദ്രയുടെ ഫ്ളാറ്റിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. സോഫയിൽ കിടന്നുറങ്ങുന്ന ചന്ദ്രയെ കണ്ടതും അവൻ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഡോറ് ലോക്കാണെന്ന് കണ്ടതും അവൻ പതിയെ ജനാലയുടെ അടുത്ത് ചെന്ന് അതിൽ ഒട്ടിച്ചു വെച്ചിരുന്ന പേപ്പർ അല്പം കീറി മാറ്റി പുറത്തേക്ക് നോക്കുന്നു. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാൽക്കണിയിൽ വേണുവിനെ കണ്ടതും സണ്ണി അവനെ ശ്രദ്ധിക്കാനായി എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നു. കൃത്യസമയത്തായിരുന്നു വേണു അവിടേക്ക് നോക്കുന്നത്. തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സണ്ണി ആംഗ്യം കാണിക്കുന്നെങ്കിലും വേണുവിനത് മനസ്സിലാകുന്നില്ല. തലേന്ന് കോൾ ചെയ്തപ്പോ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അവര് തമ്മിൽ റൊമാൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് വേണു നാണത്തോടെ മുഖം തിരിക്കുന്നു. ഈ സമയം ജനലിലൂടെയുള്ള സൂര്യപ്രകാശം ദേഹത്തേറ്റ് പൊള്ളലേറ്റ് ചന്ദ്ര ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു. സൂര്യപ്രകാശം ഏറ്റ് ചന്ദ്രയുടെ കൈ പൊള്ളുന്നത് കണ്ട് സണ്ണി അവളോട് സോറി പറയുന്നു. ശേഷം ചന്ദ്ര വീണ്ടും ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് സൺലൈറ്റ് കടക്കാത്ത വിധം ജനലിൽ ഒട്ടിച്ചു വെക്കുന്നു. ശേഷം അവൾ ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരു പാക്കറ്റ് ബ്ലഡ് പുറത്തെടുത്ത് കുടിക്കുന്നു. രക്തം കുടിച്ചതും അവളുടെ കയ്യിലെ പൊള്ളൽ മാറുന്നത് സണ്ണി ഒട്ടൊരു ഭയത്തോടെ നോക്കുന്നു. ഉള്ളിലുള്ള ഭയം മറച്ചുവെച്ച് അവൻ ചന്ദ്രയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ജനിച്ചപ്പോ മുതലേ ഇങ്ങനെയാണോ എന്ന് സണ്ണി ചോദിക്കുമ്പോൾ ഇതൊരു വൈറസ് ആണെന്നും കടിച്ചാൽ ചിലപ്പോ മറ്റൊരാളിലേക്കും പകരാമെന്നും ചന്ദ്ര മറുപടി പറയുന്നു. മാത്രമല്ല ചന്ദ്ര ഇതിനു മുമ്പ് സ്വീഡനിലായിരുന്നെന്നും അവൾ ഇതുവരെ താമസിച്ച ഒരു സ്ഥലത്തും 20 വർഷത്തിന് മേലെ തുടർന്നിട്ടില്ലെന്നും സണ്ണിക്ക് മനസ്സിലാകുന്നു. സംസാരത്തിനിടെ നീ എന്തിനാണ് ഇന്നലെ എന്നെ ഫോളോ ചെയ്തതെന്ന് ചന്ദ്ര സണ്ണിയോട് ചോദിക്കുന്നു. അവന്മാര് ചന്ദ്രയെ ഉപദ്രവിക്കുമെന്ന് കരുതി പിന്നാലെ വന്നതാണെന്ന് സണ്ണി മറുപടി പറയുമ്പോൾ ചന്ദ്രയുടെ മുഖത്ത് നേരിയൊരു പുഞ്ചിരി വിടരുന്നു. കൃത്യം ഈ സമയത്താണ് കഥകിൽ ആരോ തട്ടുന്നത്. സണ്ണിയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് സണ്ണിയുടെ പപ്പ വേണുവിനെ വിളിച്ചിരുന്നു. ആ കോള് സണ്ണിക്ക് കൊടുക്കാനായി വേണു ആയിരുന്നു വന്നത്. സണ്ണി അല്പം മാറി നിന്ന് പപ്പയോട് സംസാരിക്കുമ്പോൾ വേണു സണ്ണിയുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് ചന്ദ്രയോട് ചോദിക്കുന്നു. സണ്ണി ഒരു ലോല ഹൃദയനാണെന്നും അതുകൊണ്ട് നിനക്ക് അവനോടുള്ള ഇഷ്ടം സീരിയസ് ആണെങ്കിലും അല്ലെങ്കിലും അത് അവനോട് തുറന്നു പറയണമെന്നും വേണു ചന്ദ്രയോട് പറയുന്നു. ശേഷം അവിടെയുള്ളൊരു ബുക്കിനിടയിലിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ട് വേണു അത് കൗതുകത്തോടെ എടുത്തു നോക്കുന്നു. പക്ഷെ അവൻ അത് ശരിക്കും നോക്കുന്നതിന് മുമ്പ് ചന്ദ്ര അവന്റെ അടുത്തു നിന്ന് അത് തട്ടിപ്പറിച്ചു വാങ്ങുന്നു. അപ്പോഴേക്കും സണ്ണി ഫോൺ വിളി അവസാനിപ്പിച്ച് അവിടേക്ക് വരുന്നു. ശേഷം സണ്ണിയും വേണുവും കൂടെ അവരുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. അന്നത്തെ ദിവസം ചന്ദ്ര ഉപദ്രവിക്കുന്നതായ സ്വപ്നം കണ്ടാണ് സണ്ണി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. അത് കണ്ട് വേണു അവനോട് കാര്യം ചോദിക്കുന്നെങ്കിലും പേടി കാരണം സണ്ണി ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ സുന്ദരനെയും കൂട്ടാളികളും മിസ്സിംഗ് അന്വേഷിക്കുന്ന ചന്ദ്രയെയാണ് കാണിക്കുന്നത്. ചന്ദ്ര അവരെന്ന് തട്ടിക്കൊണ്ടു പോയ സ്ഥലത്തിനടുത്ത് നിന്ന് ദംഷ്ട്രയും ബ്ലഡ് സ്റ്റെയിനും പോലീസിനെ കണ്ടുകിട്ടുന്നു. കൂടാതെ അതിന് സമീപത്തുണ്ടായിരുന്ന സുന്ദരന്റെ ഓട്ടോയിൽ നിന്നും ചന്ദ്ര കണ്ണിൽ വെക്കാറുള്ള ഒരു കളർ ലെൻസും അവളെ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ച സാധനങ്ങളും പോലീസിനെ കണ്ടുകിട്ടുന്നു. പക്ഷെ അവര് 3 പേരും എവിടെയാണെന്നോ അവർക്ക് എന്ത് സംഭവിച്ചതാണെന്നോ പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. നെക്സ്റ്റ് സീനിൽ ടർഫിന് പുറത്തിരിക്കുന്ന സണ്ണിയാണ് കാണിക്കുന്നത്. കൂട്ടുകാരെ കളിക്കാൻ വിളിച്ചിട്ടും കൂടെ പോകാതെ അവൻ പുറത്തു തന്നെ ഇരിക്കുന്നു. കൃത്യം ഈ സമയത്താണ് നാച്ചിയപ്പ ഒരു ദൃക്സാക്ഷിയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അന്നത്തെ ദിവസം സുന്ദരം ആളുകളും ചന്ദ്രയെ തട്ടിക്കൊണ്ടു പോകുന്നതും സണ്ണി അവരുടെ പിന്നാലെ പോകുന്നതുമെല്ലാം തൊട്ടടുത്ത ലോഡ്ജിലെ ഒരു പയ്യൻ കണ്ടിരുന്നു. ആ പയ്യനെ കൊണ്ടുവന്ന് സണ്ണിയാണോ അന്ന് അവൻ കണ്ടതെന്ന് ചെക്ക് ചെയ്യാനാണ് നാച്ചിയപ്പ അവിടേക്ക് വരുന്നത്. സണ്ണിയെ കണ്ടതും ആ പയ്യൻ അവനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ചന്ദ്ര ആ വഴിയെ പോകുന്നത്. സണ്ണിയെ കണ്ട് ചന്ദ്ര അവനോട് സംസാരിക്കാൻ വന്നതും ആ പയ്യൻ അവളെയും തിരിച്ചറിയുന്നു. സ്റ്റേറ്റ്മെന്റ് എഴുതി ആ പയ്യനെ പറഞ്ഞു വിട്ടേക്കാൻ നാച്ചിയപ്പ ജഗദീഷിനോട് പറയുന്നു. മറുഭാഗത്ത് സുന്ദരനെ കൂട്ടാളികളുടെ കൊലപാതകത്തെക്കുറിച്ച് ഓർത്ത് സണ്ണിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ചന്ദ്ര അവനെയും കൂട്ടി ഫ്ളാറ്റിലേക്ക് പോകുന്നു. സംസാരിച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആയതും സണ്ണിയും ചന്ദ്രയും കൂടെ കോഫി കുടിക്കാനായി പുറത്തേക്ക് പോകുന്നു.
സണ്ണിയും ചന്ദ്രയും പുറത്തേക്ക് പോകുന്നത് കണ്ട് നാച്ചിയപ്പ ആരും കാണാതെ ചന്ദ്രയുടെ ഫ്ലാറ്റിനുള്ളിൽ ഹോട്ടലിൽ നിന്ന് കിട്ടിയ ലെൻസിന് സമാനമായ മറ്റൊരു ലെൻസ് അയാൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു. ഒപ്പം ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിരവധി ബ്ലഡ് പാക്കറ്റുകളും അയാൾ കാണുന്നു. മറുഭാഗത്ത് കോഫി കുടിച്ച ശേഷം സണ്ണിയും ചന്ദ്രയും കൂടെ റോഡിലൂടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. സംസാരത്തിനിടെ ചന്ദ്രയുടെ യഥാർത്ഥ പേരെന്താണെന്ന് സണ്ണി ചോദിക്കുമ്പോൾ തന്റെ പേര് നീലി എന്നാണെന്ന് ചന്ദ്ര വെളിപ്പെടുത്തുന്നു. ഇതുവരെ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള കള്ളിയങ്കാട്ട് നീലിയാണ് തന്റെ ഒപ്പം ഉള്ളതെന്ന് അറിഞ്ഞതും സണ്ണി ആകെ ഞെട്ടിപ്പോകുന്നു. പക്ഷെ കള്ളിയങ്കാട്ട് നീലിയെ കത്തനാരെ തളച്ചെന്നാണല്ലോ കേട്ടിട്ടുള്ളതെന്ന് സണ്ണി ചോദിക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ചന്ദ്ര ഓർത്തെടുക്കുന്നു. അന്ന് കത്തനാരെ നീലിയെ ബന്ധിച്ചത് താൽക്കാലികമായിട്ടായിരുന്നു. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഞാൻ നിന്നെ ബന്ധിച്ചതെന്ന് കത്തനാര് നീലയോട് പറയുന്നു. നിന്റെ ഉള്ളിലെ ഏതോ അമാനുഷിക ശക്തിയാണ് ഇതിനെല്ലാം കാരണമെന്നും നിന്നെപ്പോലെ ശക്തികളുള്ള മറ്റു ചിലർ കൂടെ ഈ ഭൂമിയിലുണ്ടെന്നും അദ്ദേഹം അവളോട് പറയുന്നു. പക്ഷെ നീലയെ പോലുള്ള നല്ലവരോടൊപ്പം ദുഷ്ടന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ രണ്ടുപേരെ പിടിക്കാൻ നീലയുടെ സഹായം ചോദിക്കാനായിരുന്നു കത്തനാര് നീലയെ കൂട്ടിക്കൊണ്ടു വരുന്നത്. അതിൽ ഒരാൾ ഒരു ചാത്തനാണെന്നും പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മൂത്തോനെ കാണണമെന്നും കത്തനാര് നീലയോട് പറയുന്നു. പഴയതെല്ലാം ഓർത്ത ശേഷം കത്തനാര് തന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നെന്ന് ചന്ദ്ര സണ്ണിയോട് പറയുന്നു. പക്ഷെ ഇതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സണ്ണിക്ക് കഴിയുന്നില്ല. ഇങ്ങനെ നിങ്ങൾ മിത്തെന്നോ ഐതിഹ്യമെന്നോ ഒക്കെ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് ചന്ദ്ര സണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നു. മറുഭാഗത്ത് നാച്ചിയപ്പ ആകട്ടെ ചന്ദ്രയുടെ ഫ്ളാറ്റിലെ സീക്രട്ട് റൂമിനുള്ളിലേക്ക് കയറുന്നു. അവിടെ ഇരുന്ന ഡോക്ടർ വർഗീസ് എഴുതിയ ബുക്കിനുള്ളിൽ ടെയിൽ ഓഫ് കള്ളിയങ്കാട്ട് നീലി എന്ന് തുടങ്ങുന്ന ചാപ്റ്ററിനുള്ളിലിരിക്കുന്ന സണ്ണിയുടെ രൂപമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നാച്ചിയപ്പ കാണുന്നു. ഈ ഫോട്ടോയായിരുന്നു മുൻപ് വേണു എടുത്ത് നോക്കിയത്. പക്ഷെ അപ്പോഴേക്കും പുറത്താടിയ കാൽപെരുമാറ്റം കേട്ട് നാച്ചിയപ്പ ഷൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. പക്ഷെ നാച്ചിയപ്പയുടെ കണ്ണിൽ പെടാതെ പുറത്തു നിന്ന് ചന്ദ്ര ഫ്ളാറ്റിനുള്ളിൽ കയറുന്നു. നിന്റെ ബ്ലാക്ക് മാജിക് കൊണ്ടൊന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ടെന്നും ഇതൊക്കെ ചെയ്തതിന് നിനക്കുള്ള പണി വരുന്നുണ്ടെന്ന് നാച്ചിയപ്പ പറയുമ്പോഴേക്കും ചന്ദ്ര അവനെ ആക്രമിക്കുന്നു. നാച്ചിയപ്പ വെടിവെക്കുന്ന ശബ്ദം കേട്ട് താഴെ നിന്ന് സണ്ണിയും അവിടെ കൂടി വരുന്നു. നാച്ചിയപ്പയുടെ കയ്യിൽ ചന്ദ്ര തന്റെ ദംഷ്ട്രകൾ ആഴ്ത്തുമ്പോഴായിരുന്നു സണ്ണി അവിടേക്ക് വരുന്നത്. ഒരു പോലീസുകാരനെ കൂടി കൊല്ലുന്നത് അപകടമാണെന്നും അതിലും ഭേദം ചന്ദ്ര ഇവിടെ നിന്ന് ദൂരേക്ക് പോകുന്നതല്ലേ എന്നും സണ്ണി അവളോട് ചോദിക്കുന്നു. ആ കുറച്ചു സമയം ചന്ദ്രയുടെ കണ്ണ് തെറ്റിയതും നാച്ചിയപ്പ കയ്യിലിരുന്ന് തോക്കെടുത്ത് അവളെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അടുത്തു നിന്ന് സണ്ണിയുടെ വയറ്റിലേക്കാണ് ബുള്ളറ്റ് തറയ്ക്കുന്നത്. ഉന്നം തെറ്റിയെന്ന് മനസ്സിലായതും നാച്ചിയപ്പ ഉടൻ തന്നെ ജനൽ വഴി താഴേക്ക് ചാടി ഒരു ഓട്ടോയിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. ഈ സമയം സണ്ണി ആകട്ടെ വെടിയൊച്ച കേട്ട് അവിടെ കൂടി വന്ന കൂട്ടുകാരുടെ മുന്നിലേക്കാണ് തെറിച്ചു വീഴുന്നത്. ഈ അവസ്ഥയിൽ സണ്ണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കി ചന്ദ്ര അവരെയും കൊണ്ട് മൈക്കിൾസ് ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ ഏറെക്കാലമായി അടച്ചുപൂട്ടിയതുപോലെയുള്ള ആ ക്ലിനിക്ക് കണ്ടതും തങ്ങളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ച് വേണു ചന്ദ്രയെ വഴക്ക് പറയുന്നു. അപ്പോഴേക്കും സുന്ദരനെയും കൂട്ടാളികളെയും കൊന്ന് നാച്ചിയപ്പയെ ആക്രമിച്ച് രക്ഷപ്പെട്ട ചന്ദ്രയും സണ്ണിയും ടെററിസ്റ്റുകളാണെന്ന് ന്യൂസിൽ കാണിക്കുന്നു. ആ ന്യൂസ് നൈജൽ ഉടൻ തന്നെ വേണുവിനെ കൊണ്ട് കാണിക്കുന്നു. ഇതുകൂടി കണ്ടതോടെ ചന്ദ്ര എന്തോ തെറ്റ് ചെയ്തെന്ന മട്ടിൽ വേണു സണ്ണിയെയും കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ചന്ദ്ര അവരെ തടയുന്നു. അവരെ പറഞ്ഞു മനസ്സിലാക്കാനാവുന്നില്ലെന്ന് കണ്ടതും ചന്ദ്ര അവരെ തന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നു. ചന്ദ്രയുടെ യഥാർത്ഥ രൂപം കണ്ടതും അവരാകെ ഷോക്കാവുന്നു. മറുഭാഗത്ത് ന്യൂസ് ചാനലിൽ സണ്ണിയുടെയും ചന്ദ്രയുടെയും ഫോട്ടോ കണ്ട് അവരെ ക്ലിനിക്കിൽ കൊണ്ടുവിട്ട ഓട്ടോ ഡ്രൈവർ ഇക്കാര്യം പോലീസിൽ ഇൻഫോം ചെയ്യുന്നു. ഓട്ടോ ഡ്രൈവറിന്റെ തൊട്ടടുത്തിരുന്ന മൈക്കിൾ എന്നൊരു മജീഷ്യനും അയാളുടെ സംസാരം കേട്ട് ചന്ദ്രയുടെ ഫോട്ടോയൊന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തിരുന്ന് ചന്ദ്രയുടെ ന്യൂസ് കാണുന്ന മറ്റു ചിലരെയും കൂടെ കാണിക്കുന്നു. ചന്ദ്രയുടെ ഫോട്ടോ കണ്ടതും അവരുടെ മുഖത്ത് വരുന്ന ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് സീനിൽ ഹോം മിനിസ്റ്റർ ചന്ദ്രയുടെ ന്യൂസ് കാണുന്നത് കാണിക്കുന്നു. ഈ സമയത്താണ് ഒരു ഓഫീസർ അവിടേക്ക് വരുന്നത്. ആ വന്ന ഓഫീസറിന് നീലയുടെ കഥയിലെ ദുഷ്ടനായ രാജാവിന്റെ അതേ രൂപമായിരുന്നു. ചന്ദ്രയുടെ ഫോട്ടോ കണ്ട് ഇത് അവളാണോ എന്ന് മിനിസ്റ്റർ ചോദിക്കുമ്പോൾ അതെ എന്ന് അയാൾ മറുപടി പറയുന്നു. ചന്ദ്രയെ പിടിക്കാൻ ഗൗഡ ഫോഴ്സിനെ ഇറക്കാമെന്ന് മിനിസ്റ്റർ പറയുമ്പോൾ അവളുടെ ഹാർട്ടിലോ കഴുത്തിന് പിന്നിലോ വെടിവെക്കാൻ പറയണമെന്നും കൂടാതെ നാച്ചിയപ്പയെ ജീവനോടെ വേണമെന്നും ആ ഓഫീസർ മിനിസ്റ്ററിനെ ഓർമ്മിപ്പിക്കുന്നു. ആ ഓഫീസർ പോയ പിറകെ മിനിസ്റ്ററുടെ ഫോണിലേക്ക് ഗജേന്ദ്രൻ എന്ന നമ്പറിൽ നിന്ന് കോള് വരുന്നത് കാണിക്കുന്നു. മറുഭാഗത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നാച്ചിയപ്പയെ കാണാൻ ഡോക്ടർ വർഗീസ് വരുന്നത് കാണിക്കുന്നു. നാച്ചിയപ്പയുടെ ദേഹത്തെ മുറിവുകൾ പരിശോധിച്ച ശേഷം നിങ്ങളെ അറ്റാക്ക് ചെയ്ത ഒരു സാധാരണ സ്ത്രീയല്ലെന്നും അവളൊരു യക്ഷിയാണെന്നും വർഗീസ് നാച്ചിയപ്പയോട് പറയുന്നു. ഒരു പ്രത്യേക തരം വൈറസാണ് ഇതിന് കാരണമെന്നും എന്ത് വൈറസാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇതിനുള്ള മരുന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ലെന്നും വർഗീസ് അവനോട് പറയുന്നു. ശേഷം തന്റെ പരീക്ഷണങ്ങൾക്കായി നാച്ചിയപ്പയുടെ കുറച്ച് ബ്ലഡും കളക്ട് ചെയ്താണ് വർഗീസ് അവിടെ നിന്ന് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ സർജറിക്ക് ശേഷം വിശ്രമിക്കുന്ന സണ്ണിയെയാണ് കാണിക്കുന്നത്. തന്റെ പേടി മറികടന്ന് വേണു തന്നെയാണ് അവനെ ട്രീറ്റ് ചെയ്തത്. ചന്ദ്ര അടുത്തേക്ക് എത്തിയതും സണ്ണി പതിയെ ബോധം ഉണരുന്നു. മോർഫിൻ ഇഞ്ചക്ട് ചെയ്തതുകൊണ്ട് തൽക്കാലം വേദനയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാവുമെന്ന് ചന്ദ്ര സണ്ണിയോട് പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ സണ്ണിക്ക് അല്പം ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു.
ചന്ദ്രയുടെ കടിയേറ്റാൽ എനിക്ക് ഇതുപോലെ ആകാൻ കഴിയുമോ എന്ന് സണ്ണി അവളോട് ചോദിക്കുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മാത്രമേ ഈ വൈറസിനോട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കൂ എന്നും അല്ലാതെ സണ്ണിയെ പോലെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് 5-ാം ദിവസം റാബിസ് പോലെ ഒരു രോഗം വന്ന് മരണപ്പെടുമെന്നും ചന്ദ്ര മറുപടി പറയുന്നു. മറുഭാഗത്ത് ജീവിതത്തിൽ ഇന്നുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ആരോഗ്യവാനായ നാച്ചിയപ്പ പതിയെ ചന്ദ്രയെ പോലെ കൺവേർട്ട് ആവുന്നത് കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് ജഗദീഷ് 2 പോലീസുകാരെ മൈക്കിൾസ് ക്ലിനിക്കിലേക്ക് പറഞ്ഞു വിടുന്നു. ബെഡിൽ കിടക്കുന്ന സണ്ണിയെ കണ്ടയുടൻ തന്നെ അതിലൊരു പോലീസുകാരൻ അവനെ വിലങ്ങ് വയ്ക്കുന്നു. സണ്ണി ആദ്യം ഒന്ന് ഭയപ്പെടുന്നെങ്കിലും ആ പോലീസുകാരനെ പിന്നിൽ നിൽക്കുന്ന ചന്ദ്രയെ കണ്ടതും അവൻ അല്പം ധൈര്യം തോന്നുന്നു. പക്ഷെ ചന്ദ്ര എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അവിടേക്ക് വന്ന 2ാമത്തെ പോലീസുകാരൻ ചന്ദ്രയുടെ തലയ്ക്ക് പുറകെ വെടിവെക്കുന്നു. ശേഷം അയാൾ ഇക്കാര്യം സീനിയർ ഓഫീസറെ ഇൻഫോം ചെയ്യുമ്പോഴാണ് മൈക്കിൾ അവിടേക്ക് വരുന്നത്. ഒരു സ്ട്രീറ്റ് മജീഷ്യനായി ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മൈക്കിൾ സത്യത്തിൽ ഒരു ചാത്തനായിരുന്നു. തന്റെ ജാലവിദ്യകളിലൂടെ ആ 2 പോലീസുകാരെയും പറ്റിച്ച ശേഷം അവൻ ചന്ദ്രയുടെ അടുത്ത് വരുന്നു. ഒരു മുള്ളെടുക്കുന്ന ലാഘവത്തോടെ അവളുടെ തലയിൽ തറച്ച് ബുള്ളറ്റ് അടിച്ച ശേഷം നീലി എന്ന് പതുക്കെ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര സ്വബോധത്തിലേക്ക് വരുന്നു. ശേഷം മൈക്കിള് അവരെ എല്ലാവരെയും കൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെടുന്നു. കൃത്യം ഈ സമയത്താണ് നാച്ചിയപ്പയും ജഗദീഷും കൂടെ അവിടേക്ക് വരുന്നത്. ചന്ദ്ര രക്ഷപ്പെടുന്നത് നാച്ചിയപ്പയും നാച്ചിയപ്പ തങ്ങളെ കണ്ടെന്ന് ചന്ദ്രയും മനസ്സിലാക്കുന്നു. മാത്രമല്ല നാച്ചിയപ്പയും തന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചന്ദ്ര സണ്ണിയോട് പറയുന്നു. മൈക്കിൾ അവരെയും കൂട്ടി ജോണി എന്നൊരാൾ നടത്തുന്ന ഹോളി ഗ്രെയിൽ കഫേയിലേക്കാണ് പോകുന്നത്. ഈ സമയം പ്രകാശ് അവിടേക്ക് കോൾ ചെയ്ത് ചന്ദ്രയുമായിട്ട് സംസാരിക്കുന്നു. നീ ഇനി അവിടെ നിൽക്കുന്നത് ആപത്താണെന്നും പുതിയൊരു പാസ്പോർട്ടുമായിട്ട് കുമാർ എത്തുമ്പോൾ അവിടെ നിന്ന് പോകണമെന്നും പ്രകാശ് അവളോട് പറയുന്നു. പക്ഷെ നാച്ചിയപ്പയും തന്നെ പോലെ കൺവേർട്ട് ആയിട്ടുണ്ടെന്നും അവനെ ഹാൻഡിൽ ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണെന്നും ചന്ദ്ര തിരിച്ചു ചോദിക്കുന്നു. പക്ഷെ സ്പീക്കറിലൂടെ ചന്ദ്രയുടെ സംസാരം കേട്ടോണ്ടിരുന്ന മൂത്തോൻ അത് വേണ്ടെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ മൂത്തോൻ ആരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ശേഷം കഫേയുടെ താഴെയുള്ള ബേസ്മെന്റിലേക്ക് ജോണി ചന്ദ്രയും കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. കഫേ ഓണറായ ജോണി സത്യത്തിൽ കടമറ്റത്ത് കത്തനാരുടെ പിന്തലമ്പുറക്കാരനാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ബേസ്മെന്റിലേക്ക് പോകുന്ന വഴി ഒരു റൂമിൽ രക്തം പുരണ്ട വാളുമായിട്ട് ഒരാളിരിക്കുന്നത് കണ്ട് നൈജൽ അത് ആരാണെന്ന് അറിയാൻ എത്തി നോക്കുന്നെങ്കിലും അപ്പോഴേക്കും മൈക്കിൾ അവിടേക്ക് വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം മൈക്കിള് തന്റെ ചില ആയുധങ്ങൾ കൂടെ ചന്ദ്രയെ ഏൽപ്പിക്കുന്നു. മാത്രമല്ല തനിക്കൊരു അത്യാവശ്യത്തിന് പുറത്തു പോകാനുണ്ടെന്നും താനും ചാർലിയും കൂടെ പുറത്തേക്ക് പോവുകയാണെന്നും ചന്ദ്രയോട് പറഞ്ഞിട്ട് മൈക്കിൾ അവിടെ നിന്ന് പോകുന്നു. മറുഭാഗത്ത് CCTV ഫൂട്ടേജിൽ നിന്നും ചന്ദ്രയും കൂട്ടരും ഹോളിഗ്രേ കഫേയിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കി ജഗദീഷ് ആ വിവരം ആർക്കും മെസ്സേജ് അയക്കുന്നത് കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ വീട്ടിൽ ഇരുട്ടത്തിരിക്കുന്ന നാച്ചിയപ്പയുടെ അടുത്തേക്ക് അവന്റെ അമ്മ വരുന്നതാണ് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും തനിക്കുള്ളിൽ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്ന് നാച്ചിയപ്പ പറയുമ്പോൾ അമ്മ അവനെ പേടിയോടെ നോക്കുന്നു. ശേഷം മുൻപ് ക്ലിനിക്കിൽ നടന്ന കാര്യം നമ്മളെ കാണിച്ചു തരുന്നു. ചന്ദ്രയെ അന്വേഷിച്ച് ക്ലിനിക്കിൽ പോകുമ്പോഴാണ് അവിടെ ഒരു പോലീസുകാരൻ കാലിലെ രക്തം വാർന്നു കിടക്കുന്നത് നാച്ചിയപ്പ കാണുന്നത്. അയാൾ തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നെങ്കിലും നാച്ചിയപ്പ അത് ശ്രദ്ധിക്കാതെ ഏറെ കൊതിയോടെ നിലത്ത് കിടക്കുന്ന അയാളുടെ രക്തം രുചിച്ചു നോക്കുന്നു. അല്പസമയം കഴിഞ്ഞ് നാച്ചിയപ്പയുടെ സീനിയർ ലേഡി ഓഫീസർ അവിടേക്ക് വരുമ്പോൾ ആ 2 പോലീസുകാരും മരിച്ചു കിടക്കുന്നതും വായിൽ ചോരയുമായിട്ട് നാച്ചിയപ്പ അവിടേക്ക് വരുന്നതുമാണ് കാണുന്നത്. നാച്ചിയപ്പയെ കണ്ട് ലേഡി ഓഫീസർ അവന് നേരെ വെടിവെക്കുന്നെങ്കിലും നാച്ചിയപ്പയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. ശേഷം തന്നെ നിരന്തരം അപമാനിക്കുമായിരുന്ന ലേഡി ഓഫീസറിനെ കൊലപ്പെടുത്തി ജഗദീഷിന് മുന്നിലൂടെ നാച്ചിയപ്പ നടന്നു പോകുന്നു. എനിക്കിപ്പോ ദൈവതുല്യനായ ശക്തി ഉണ്ടെന്നും അങ്ങനെ ഒരു ശക്തി അമ്മയ്ക്ക് ലഭിക്കണമെന്നും പറഞ്ഞ് നാച്ചിയപ്പ സ്വന്തം അമ്മയുടെ കൈകളിലേക്ക് ദംഷ്ട്ര ഇറക്കുന്നത് കാണിക്കുന്നു. മറുഭാഗത്ത് സണ്ണിയുടെ മുഖഛായുള്ള തന്റെ കാമുകന്റെ ഫോട്ടോ ചന്ദ്ര സണ്ണിക്ക് കാണിച്ചു കൊടുക്കുന്നു. 1905 ചന്ദ്ര അയാളുമായി പ്രണയത്തിലാകുന്നത്. ഇന്നത്തെ നാച്ചിയപ്പയെ പോലെ അന്നൊരു ബ്രിട്ടീഷ് പോലീസുകാരൻ ചന്ദ്രയുടെ പിന്നാലെ വരികയും അയാളെ ചന്ദ്രയെ ഷൂട്ട് ചെയ്യുമ്പോൾ രക്ഷിക്കാനായി മുന്നോട്ട് വന്ന ചന്ദ്രയുടെ കാമുകൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അന്ന് അവനെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധത്തിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നതെന്ന് ചന്ദ്ര പറയുമ്പോൾ സണ്ണി അവളെ ആശ്വസിപ്പിക്കുന്നു. ചന്ദ്രയെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. കൊല്ലപ്പെട്ട സുന്ദർ വലിയൊരു ഗാങ്സ്റ്ററും പൊളിറ്റീഷ്യനുമായ ഗജേന്ദ്രന്റെ അനിയനാണെന്നും അനിയനെ കൊന്നവരെ ഇല്ലാതാക്കാതെ അവൻ അടങ്ങില്ലെന്നും ജോണി ചന്ദ്രയോട് പറയുന്നു. അയാൾ മിനിസ്റ്ററിനെ ഉപയോഗിച്ച് ഗരുഡ ഫോഴ്സ് എന്ന ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണെന്നും ജോണി ചന്ദ്രയോട് പറയുന്നു. ഇത്രയും റിസ്ക് ഉള്ളതുകൊണ്ട് പ്രകാശ് തന്നെ ഇവിടേക്ക് വരുമെന്നും അത് കഴിഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും ജോണി ചന്ദ്രയോട് പറയുന്നു. മറുഭാഗത്ത് ഗജേന്ദ്രൻ മുരുകേഷിനെ കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. ഗരുഡ ഫോഴ്സ് എത്തുന്നതിന് മുമ്പ് ചന്ദ്രയെ ഇല്ലാതാക്കണമെന്നും അതിനോടൊപ്പം നാച്ചിയപ്പയെ കൂടി കൊലപ്പെടുത്തണമെന്നും ഗജേന്ദ്രൻ മുരുകേഷിനോട് പറയുന്നു. ഇത്തവണയും ഗജേന്ദ്രന്റെ മുഖം നമ്മളെ കാണിക്കുന്നില്ല.
അല്പസമയത്തിനുള്ളിൽ തന്നെ ഗരുഡ ഫുഡ്സ് കഫേയിലേക്ക് വരുന്നു. എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് സണ്ണിയെ കൂട്ടുകാരൻ ബേസ്മെന്റിലാക്കിയ ശേഷം ചന്ദ്ര മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം ചന്ദ്രയും ഗരുഡ ഫുഡ്സും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ സംഭവിക്കുന്നു. കഫേക്കുള്ളിലേക്ക് കയറി വന്ന മുഴുവൻ പോലീസുകാരെയും ചന്ദ്ര ഇല്ലാതാക്കുമ്പോഴേക്കും സണ്ണി അവിടേക്ക് വരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മുരുകേശൻ പറഞ്ഞയച്ച ഗുണ്ടകൾ അകത്തേക്ക് വരുന്നത്. അവരുടെ തുടർച്ചയായ വെടിവയ്പിൽ ചന്ദ്ര തളർന്നു പോകുന്നു. അങ്ങനെ ചന്ദ്രയുടെ പരാജയം ഉറപ്പിക്കുന്ന സമയത്ത് സണ്ണി അവളുടെ അടുത്തേക്ക് ഒരു പാക്കറ്റ് ബ്ലഡ് എറിഞ്ഞു കൊടുക്കുന്നു. അത് കുടിച്ചതോടുകൂടെ ചന്ദ്ര തളർച്ച മറികടന്ന് വീണ്ടും ഫോമിലാവുന്നു. അങ്ങനെ അവരെ ഇല്ലാതാക്കുമ്പോഴേക്കും നാച്ചിയപ്പ അവിടേക്ക് വരുന്നു. എന്നെയും നിന്നെയും പോലെ വേറെ ആൾക്കാരുണ്ടല്ലേ എന്ന് നാച്ചിയപ്പ ചന്ദ്രയോട് ചോദിക്കുന്നു. കാരണം അന്ന് ക്ലിനിക്കിൽ വെച്ച് മൈക്കിളിനെയും നാച്ചിയപ്പ കണ്ടിരുന്നു. നമ്മളെപ്പോലുള്ളവർക്ക് ഒരു തലവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നും എന്നെ വേഗം അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാനും നാച്ചിയപ്പ ചന്ദ്രയോട് പറയുന്നു. ഓൾറെഡി ഒരു ക്രിമിനലായ നാച്ചിയപ്പയ്ക്ക് പവർ കൂടി കിട്ടിക്കഴിഞ്ഞാലുള്ള മാനസികാവസ്ഥ ചന്ദ്രയ്ക്ക് വേഗം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവനുമായിട്ട് അധികം സംസാരത്തിന് മുതിരാതെ ചന്ദ്ര ഉടൻ തന്നെ തന്റെ കത്തിയെടുത്ത് അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫ്രഷ് കൺവേർട്ട് ആയതുകൊണ്ട് നിലവിൽ ചന്ദ്രയേക്കാൾ ശക്തിയുള്ളത് നാച്ചിയപ്പയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നാച്ചിയപ്പയെ എളുപ്പം പരാജയപ്പെടുത്താൻ ചന്ദ്രയ്ക്ക് കഴിയുന്നില്ല. വാശിയേറിയ പോരാട്ടത്തിനിടെ ചന്ദ്രയുടെ കത്തി നാച്ചിയപ്പ സ്വന്തമാക്കുകയും അതുകൊണ്ട് ചന്ദ്രയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ ചന്ദ്രയ്ക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ സണ്ണി മുന്നോട്ട് വരുന്നെങ്കിലും സണ്ണിക്ക് കുത്തു കൊള്ളുന്നതിന് മുന്നേ വേണു അതിന് തടസ്സം നിൽക്കുകയും അങ്ങനെ ആ കുത്ത് വേണുവിന് കൊള്ളുകയും ചെയ്യുന്നു. അതുകൂടി കണ്ടതോടെ ചന്ദ്ര വർദ്ധിച്ചു വന്ന ദേഷ്യത്താൽ വേണുവിന്റെ ശരീരത്തിൽ തറഞ്ഞിരുന്ന കത്തി വലിച്ചൂരിയെടുത്ത് കൃത്യം നാച്ചിയപ്പയുടെ ഹൃദയത്തിൽ കുത്തുന്നു. നാച്ചിയപ്പയുടെ മരണം ഉറപ്പായതും ബേസ്മെന്റിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് ജോണി അവന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നത്. പിറ്റേ ദിവസം മുരുകേശൻ പറഞ്ഞിട്ട് ജഗദീഷും മറ്റു പോലീസുകാരും അകത്ത് കയറി നോക്കുന്നെങ്കിലും മുൻപ് ചന്ദ്രയെ പിടിക്കാൻ പോയവരുടെ ഡെഡ് ബോഡി അല്ലാതെ മറ്റൊന്നും അവർക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് സീനിൽ തലേന്ന് നടന്ന സംഭവങ്ങളുടെ ബാക്കി നമ്മളെ കാണിക്കുന്നു. നാച്ചിയപ്പയെ അടക്കം ചെയ്യുമ്പോഴേക്കും ചന്ദ്രയെ കൂട്ടാനായി പ്രകാശ് അവിടേക്ക് വരുന്നു. പോകുന്നതിന് മുൻപ് ഏറെ വേദനയോടെയാണ് ചന്ദ്ര സണ്ണിയോട് യാത്ര പറയുന്നത്. ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലേ എന്ന് സണ്ണി ചോദിക്കുമ്പോൾ എനിക്കിവിടെ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ടെന്നും അതിനുശേഷം ഞാൻ ദൂരേക്ക് പോകുമെന്നും അവൾ മറുപടി പറയുന്നു. കൂടാതെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുമെന്നും സണ്ണിയോട് പറഞ്ഞ് ഒരുപാട് സ്നേഹത്തോടെ അവൾ അവനെ ഒന്ന് അമർത്തി ഹഗ് ചെയ്യുന്നു. ശേഷം മനസ്സില്ലാ മനസ്സോടെ സണ്ണി അവളെ പിരിഞ്ഞ് വേണുവായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സണ്ണി പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ചന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതോടെ ലോക ചാപ്റ്റർ 1 അവസാനിക്കുന്നെങ്കിലും എൻക്രെഡിറ്റ് സീനായി നീലിയോടൊപ്പമുള്ള മറ്റു ചില സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിനെ കൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. മുൻപ് സണ്ണിയും കൂട്ടുകാരെയും ആദ്യമായിട്ട് ബേസ്മെന്റിൽ കൊണ്ടുവന്നപ്പോ അതിലൊരു മുറിയിൽ ചോര പുരണ്ട വാളുമായിട്ട് ഒരാളിരിക്കുന്നത് കണ്ട് നൈജൽ എത്തി നോക്കുന്നത് കാണിക്കുമായിരുന്നല്ലോ. ആ ആളാണ് മറ്റൊരു സൂപ്പർ ഹീറോ ക്യാരക്ടറായ ചാർലി എന്ന ഓഡിയൻ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് മൈക്കിളിനോട് ഒരു സ്ട്രേഞ്ചർ വന്ന് സംസാരിക്കുന്നതാണ്. എന്നെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മൈക്കിൾ അയാളോട് ചോദിക്കുമ്പോൾ സ്ട്രീറ്റ് മജീഷ്യനായി മൈക്കിൾ പെർഫോം ചെയ്ത ഒരു വൈറൽ വീഡിയോ അയാൾ അവന് കാണിച്ചു കൊടുക്കുന്നു. ശേഷം അയാൾ അവനോട് വന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ളതും ആഴമുള്ളതുമായ ഒരു ഗുഹയിലേക്ക് അടുത്ത കാലത്തായി കുറച്ച് ആർക്കിയോളജിസ്റ്റുകൾ ഒരു മുനിയോടൊപ്പം പോയിരുന്നു. പക്ഷെ മുനി ഒഴിച്ച് അവിടേക്ക് പോയവരാരും തിരികെ വന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന് മുന്നേ താൻ തിരികെ വന്നതാണെന്നും തന്റെ വാക്ക് ധിക്കരിച്ചാണ് മറ്റുള്ളവർ അകത്തേക്ക് പോയതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തിരച്ചിലുകൾക്കൊടുവിൽ അവരിൽ ആരോ ഒരാളുടെ ക്യാമറ മാത്രമാണ് ഗുഹയിൽ നിന്ന് കണ്ടുകിട്ടുന്നത്. അതിലുണ്ടായിരുന്നത് മൈക്കിളിനോട് മുഖസാദൃശ്യമുള്ള വളരെ വയലന്റ് ആയ ഒരു വ്യക്തിയുടെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയിലുള്ളത് നിങ്ങളല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ചെറിയൊരു പുച്ഛത്തോടെ വന്നയാൾ മൈക്കിളിനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി എനിക്ക് എന്നെ പോലെ തന്നെയുള്ള 389 കൂടപ്പിറപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മൈക്കിൾ തിരിച്ചു ചോദിക്കുന്നു. മൈക്കിൾ പറഞ്ഞതുപോലെ ഇനിയും ചാത്തന്മാർ വരും എന്ന കുറിപ്പോടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ മൂവി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വളരെ ഡെപ്ത് ഉള്ളൊരു മൂവി ആയിട്ടും ഞാൻ ഇത് ഒരുപാട് വലിച്ചു നീട്ടാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് പോരായ്മകളാണെങ്കിലും കമന്റ്സിലൂടെ അറിയിക്കുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.